തേങ്ങയാണ് അറിയാവുന്നത്. ഇടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എന്റെ എല്ലാ ചോദിക്കട്ടാ, കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഒരു ഫ്ലൈറ്റില് രണ്ടുപേർക്കും പറയാം, ഒരു ഫ്ലൈറ്റ് മേലെ കൂടെ പോയി, ഈ ഫ്ലൈറ്റിൽ 10 ഇഷ്ടിക ഉണ്ട്, അതിൽ ഒരു ഇഷ്ടിക താഴെ വീണു, ഒരു ചിപ്പനും. അവന്റെ റിയാക്ഷൻ അല്ല, അവന്റെ റിയാക്ഷൻ അതില് ഒരാള് മാത്രം പങ്കെടുക്കാൻ വന്നില്ല. ആര്? ഇവൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. ഇവള് നിന്റെ നിലവാരത്തിലേക്ക് താഴ്ത്തിറങ്ങുന്നു. ഞാൻ വളരെ ഐക്യം കൂടി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി. ബർത്ത്ഡേ പാർട്ടിക്ക് പോയ കലർന്ന മുതലുകളെല്ലാം അതുകൊണ്ട്. അപ്പൊ നീയും മുല്ലപ്പൂമ്പൊടി ഏറ്റി അടക്കം കല്ലിന് കൊണ്ടൊരു സൗരഭ്യമല്ലേ. കുറച്ചു നേരം ഈ മണം അടിച്ച വീഡിയോ ആണ്. ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു എന്നെ കൊള്ളാവോ നോക്കുമ്പോ ഞാൻ ഇതിന്റെ ഉള്ളം പൊളിയതിനു ശേഷം അമ്മൂക്കെ പെരുന്നാളിനൊക്കെ വന്നതിന് ശേഷം അസ്മ എന്തോ പരിപാടിയാണ്. ഇനി വീട്ടമ്മ ഒരു പീസ് ഞാൻ മുടി അയച്ചിട്ടോ ഒന്ന് ലുക്ക് എങ്ങനെ ഉണ്ടോ? എന്നിട്ട് വേണം ഞങ്ങളെ രണ്ടുപേരെ കാണാതിരിക്കാൻ. എന്റെ ഇടയ്ക്ക് ഞങ്ങളെ തലയുടെ ബോഡി ഷേമിങ് അല്ല, നമ്മളങ്ങനെ പറഞ്ഞ അസ്മ. ഇല്ല, മുടി അഴിച്ചിട്ടോളൂ, പക്ഷെ ഞങ്ങളുടെ ഈ കുഞ്ഞു മുഖം അതിന്റെ എവിടെ എവിടെ കൊണ്ടുവരും. ഞാൻ മുടി അഴിച്ചിട്ടിട്ടില്ല ഗൈസ്, മുടി അഴിച്ചിട്ടിട്ടില്ല. മുടി അഴിച്ചിടുന്നതിന് മുന്നെയാണ് ഇവർ ഈ കാര്യം പറഞ്ഞത്. അത് മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭാവി ദുരന്തങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞതല്ലേ. അത് ഒരു ഇവളെ വിടറി, ഇവളെ എന്ന് എഴുന്നേക്കട്ടെ എടുത്തോണ്ട് വരുന്നത്. അങ്ങനെ പറഞ്ഞാലേ ഇപ്പൊ നടക്കുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ എന്നെ കൊണ്ട് പണി എടുപ്പിക്കുന്നു. പണി ഇവിടെ നനങ്ങാതെ ഇത്രയും നേരം വന്നിരുന്ന് അരമണിക്കൂർ ഇവിടെ കുത്തി ഇരുന്നിട്ട് ഇത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് ഞാൻ പോയതടി. എവിടാന്നറിയാമോ? രാജസ്ഥാനിൽ പോയിട്ട് അത് അവിടെ ബാത്റൂമിൽ വെച്ചിട്ട് പോയിരുന്നു. ഞാൻ എടുത്തില്ല. നടക്കിരിക്കുന്ന ആളാണോ ഒന്നും അറിയാം. അതല്ല ഞാൻ ലിസണർ എന്ന് പറഞ്ഞേ. നടക്കിരിക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലായി. എന്നിട്ട് കോമഡി മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും.